ഹലോ, നമ്മൾ ഇക്വിലിബ്രിയം പറയുമ്പോൾ ഈ തെർമോഡൈനാമിക് ട്രീറ്റ്മെൻറ്റ് ഓഫ് ലോ ഓഫ് മാസ് ആക്ഷൻ, തെർമോഡൈനാമിക് ഡെറിവേഷൻ എന്നുള്ള ഭാഗം അന്ന് എടുത്തിട്ടില്ലായിരുന്നു. ഇതിൻ്റെ കുറേ ഭാഗം നിങ്ങൾ തെർമോഡൈനാമിക്സിൽ പഠിച്ചത് തന്നെയാണ്, പക്ഷേ അത് ഒന്നും കൂടി ഇതിൽ വരുന്ന ഭാഗം പറയാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ലോ ഓഫ് മാസ് ആക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ഈ തെർമോഡൈനാമിക് ഡെറിവേഷൻ ഓഫ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നത് ഫ്രീ എനർജി ചേഞ്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫ്രീ എനർജി ഡെൽറ്റ ജിയുടെ വാല്യൂ നോക്കിയിട്ടാണ് നമ്മൾ സ്പോണ്ടേനിറ്റി ഓഫ് ദ റിയാക്ഷൻ ഒക്കെ പറയുക. അങ്ങനെ പറയുമ്പോൾ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം വിച്ച് ഹാസ് ബീൻ അറൈവ്ഡ് അറ്റ് ഫ്രം ലോ ഓഫ് മാസ് ആക്ഷൻ, അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ലോ ഓഫ് മാസ് ആക്ഷൻ എ പ്ലസ് ബി ഗീവ് സി പ്ലസ് ഡി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് കെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ഒക്കെ ഡിറൈവ് ചെയ്തതാണ്. ഇനി സാധാരണ നമ്മൾ കെമിക്കൽ പൊട്ടൻഷ്യൽ ഡെറിവേഷൻ റിക്വയേഴ്സ് ദ യൂസ് ഓഫ് ടു തെർമോഡൈനാമിക് ടേംസ്, കെമിക്കൽ പൊട്ടൻഷ്യൽ ആൻഡ് ആക്ടിവിറ്റി. കെമിക്കൽ പൊട്ടൻഷ്യൽ എന്താണ്? പാർഷ്യൽ മോളാർ ഫ്രീ എനർജി, അത് നിങ്ങൾ തെർമോഡൈനാമിക്സിൽ പഠിച്ചിട്ടുണ്ട്. ആക്ടിവിറ്റി എന്താണ്? ആക്ടിവിറ്റി നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. കോൺസെൻട്രേഷൻ, ഐഡിയൽ കോൺസെൻട്രേഷനെയാണ് നമ്മൾ ആക്ടിവിറ്റി എന്ന് പറയുക. അപ്പോൾ the chemical potential or partial molar Gibbs energy or partial molar free energy mu of a component in a mixture is the contribution per mole. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് തെർമോഡൈനാമിക്സിൽ. അപ്പോൾ ടോട്ടൽ ഗിബ്സ് ഫ്രീ എനർജി G of a mixture of components 1, 2, etc. at constant temperature and constant pressure is given by, ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ള എക്സ്പ്രഷനാണ്. G Gibbs free energy at constant temperature and pressure is the sum of N1 mu1 plus N2 mu2 plus N3 mu3 etc. where mu1 mu2 mu3 etc. are chemical potentials of the components 1, 2, 3 etc. and N1, N2, N3 are the number of moles. Then mu I, ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. mu I is equal to mu I0 plus RT ln AI. AI ആക്ടിവിറ്റി ഓർ പറഞ്ഞല്ലോ നേരത്തെ, ഐഡിയൽ കോൺസെൻട്രേഷനാണ് ആക്ടിവിറ്റി. അപ്പോൾ ith കോമ്പണൻറ്റിൻ്റെ ആക്ടിവിറ്റിയാണ് AI. അപ്പോൾ mu I കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് ith കോമ്പണൻറ്റ് ആൻഡ് mu I0 ഇസ് എ സ്റ്റാൻഡേർഡ് കെമിക്കൽ പൊട്ടൻഷ്യൽ. അപ്പോൾ mu I ആൻഡ് mu I0 ആർ കണക്റ്റഡ് ബൈ ദിസ് ഇക്വേഷൻ mu I ഈക്വൽ ടു mu I0 RT ln AI. ദെൻ വാൻ ഹോഫ് ഇക്വേഷൻ, ഐസോതേം ആൻഡ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം, നമ്മൾ ഇത്രയും ഇതിൻ്റെ പ്രിലിമിനറിയാണ്. mu I is equal to mu I0 plus RT ln AI. ഇത് വെച്ചിട്ട് നമ്മൾ ഒരു ജനറൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള അതേ റിയാക്ഷൻ എ പ്ലസ് ബി പ്ലസ് സി എത്ര ഉണ്ടോ അത് റിയാക്റ്റൻസ് ആണ്. ഗീവ്സ് LL പ്ലസ് MM പ്ലസ് NN, നമ്മൾ അന്ന് എഴുതിയ അതേ ഇക്വേഷനാണ്. Under any chosen conditions of temperature and pressure and composition, the total free energy of the reactants G reactants consisting of A moles of A, B moles of B etc. എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? G റിയാക്റ്റൻസിൻ്റെ ടോട്ടൽ ഫ്രീ എനർജി ഇസ് ഈക്വൽ ടു A mu A പ്ലസ് B mu B പ്ലസ് C mu C etc. A നമ്പർ ഓഫ് മോൾസ് ഓഫ് A ആണ്. mu A എന്താണ്? പാർഷ്യൽ മോളാർ ഫ്രീ എനർജി ഓഫ് A. ഇതാണ് കെമിക്കൽ പൊട്ടൻഷ്യൽ. അതുപോലെ പ്രോഡക്ട്സിൻ്റെ എഴുതുകയാണെങ്കിൽ L mu L പ്ലസ് M mu M പ്ലസ് എക്സിട്ര. ഇനി നമ്മളിവിടെ എപ്പോഴും നോക്കുക എന്താണ്? ഡിഫറൻസ് ആണ്. ഡെൽറ്റ ജി പ്രോഡക്റ്റിൻ്റെ ഫ്രീ എനർജി മൈനസ് റിയാക്റ്റൻസിൻ്റെ ഫ്രീ എനർജി. അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു L mu L പ്ലസ് M mu M പ്ലസ് എക്സിട്ര മൈനസ് A mu A. അടുത്തത് റിയാക്റ്റൻസിൻ്റെയാണ്. A mu A പ്ലസ് B mu B പ്ലസ് എക്സിട്ര. We know that chemical potential mu of each species is related to its activity. അപ്പോൾ നമ്മൾ നേരത്തെ mu is equal to mu0 plus RT ln AI എന്ന് എഴുതിയിട്ടുണ്ട്. A അപ്പോൾ ith കോമ്പോണൻറ്റിൻ്റെ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓരോ mu വാല്യൂവിനും ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡെൽറ്റ ജി എന്താവും? ഡെൽറ്റ ജി is equal to L mu Lന് പകരം mu L0 plus RT ln AL plus M ഇൻറ്റു mu M0 plus RT ln AM plus എക്സിട്ര. ഇതാണ് പ്രോഡക്റ്റിൻ്റെത്. അത് കഴിഞ്ഞിട്ട് മൈനസ് A ഇൻറ്റു mu0 A പ്ലസ് RT ln AA പ്ലസ് B mu0 B പ്ലസ് RT ln AB എക്സിട്ര. അത് ഫോർ റിയാക്റ്റൻസ്. അപ്പോൾ ഡെൽറ്റ ജി നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതിൽ നമ്മളിനി ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ടേംസ്, അതായത് കെമിക്കൽ പൊട്ടൻഷ്യൽ, സ്റ്റാൻഡേർഡ് കെമിക്കൽ പൊട്ടൻഷ്യൽ ടേംസ് എല്ലാം കൂടി ഒന്നിച്ചെഴുതുക. പ്രോഡക്റ്റിൻ്റെ ഒന്നിച്ചെഴുതുക, റിയാക്റ്റൻസിൻ്റെ ഒന്നിച്ചെഴുതുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക?
ഈ സ്റ്റാൻഡേർഡ് ടേംസ് എല്ലാം കൂടി ഉള്ളത് ഡെൽറ്റ ജി സീറോ ആണ്. ഡെൽറ്റ ജി സീറോ ദാറ്റ് ഈസ് ഫോർ ഇവിടെ റിയാക്റ്റൻസിൻ്റെയും പ്രോഡക്ട്സിൻ്റെയും കൂടി ഡിഫറൻസിനെയാണ് നമ്മൾ ഡെൽറ്റ ജി സീറോ എന്ന് എഴുതുന്നത്. ബാക്കി എന്താ ഉള്ളത് നോക്കുക. ആർ ടി എൽ എൻ എ എൽ ടു ദ പവർ എൽ, ആർ ടി എൽ എൻ എ എം എൽ എൻ എ എം ടു ദ പവർ എം, അങ്ങനെയാണ് കിട്ടുക. അതിൽ നമുക്ക് നോക്കിയാൽ അറിയാം ആർ ടി കോമൺ ഫാക്ടറാണ്. അപ്പോൾ ആർ ടി പുറത്തെടുക്കുക, ദെൻ എൽ എൻ എ എൽ ടു ദ പവർ എൽ എ എം ടു ദ പവർ എം ഇൻറ്റു എത്ര എ എൻ ടു ദ പവർ എൻ, അത് പ്രോഡക്ട്സിൻ്റെയാണ്. താഴെ എ ടു ദ പവർ എ ബി ടു ദ പവർ ബി ഇൻറ്റു എക്സെട്ര, അത് ഡിനോമിനേറ്ററിലും കിട്ടും. അപ്പോൾ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ജി സീറോ പ്ലസ് ആർ ടി എൽ എൻ എ എൽ ടു ദ പവർ, ദിസ് ഈസ് ദ കോഷ്യൻ ടേം. നമ്മൾ എഴുതിയിട്ടുണ്ട് ഇതിനു മുമ്പ്. കെ സി കെ പി ഒക്കെ എഴുതുമ്പോൾ അതെന്താണ്, കോഷ്യൻ ടേം ആണ്. നമ്മളുടെ ആക്ടിവിറ്റി ഓർ കോൺസെൻട്രേഷൻ ടേംസ് ഓഫ് പ്രോഡക്ട്സ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ടേംസ് ഓഫ് റിയാക്ടിവിറ്റി. ഇത് തന്നെയായിരുന്നില്ലേ നമ്മളുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആയിട്ട് വന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ കോഷ്യൻ ടേം ആണ്. അപ്പോൾ ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് റിയാക്ഷൻ ഐസോതേം ബിക്കോസ് ഇറ്റ് ഗീവ്സ് ദ ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് ഓഫ് ദ റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് ആൻഡ് a factor depending upon the activities of components in the reaction mixture at a constant temperature. Temperature constant ആകുമ്പോൾ ഡെൽറ്റ ജിയും ആക്ടിവിറ്റി ഓർ കോൺസെൻട്രേഷൻ ഓഫ് ദ കോമ്പണൻസും തമ്മിലുള്ള റിലേഷനാണിത്. അതുകൊണ്ടാണ് ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ജി സീറോ പ്ലസ് ആർ ടി എൽ എൻ ക്യൂ. കോഷ്യൻ എന്ന് പറഞ്ഞ റേഷ്യോ ആണ്. വാട്ട് ഈസ് എന്ത് റേഷ്യോ? പ്രോഡക്റ്റ് ഓഫ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ പ്രോഡക്ട്സ് to products of activities of the reactants, അതാണ് Q. is the activity quotient or reaction quotient under the conditions considered. നോക്കുക, when the activities of the constituents in gaseous reaction mixture, നമ്മൾ കണ്ടിട്ടുണ്ട് കെ സി കെ പി. കെ പിയിൽ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക? കെ സിയിൽ കോൺസെൻട്രേഷൻ ടേംസ് ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുക. കെ പിയിലാണെങ്കിൽ പാർഷ്യൽ പ്രഷർ ടേംസിലാണ് എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ ഡെൽറ്റ ജി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് ലൈക്ക് ദിസ്. delta g equal to delta g0 plus rt ln pl to the power l pm to the power m into pn to the power n divided by pa to the power a pb to the power b etc. അപ്പോൾ delta g is equal to delta g0 plus rt ln qp. മറ്റത് ക്യു എ ആണ്. നമ്മൾ ജനറലായിട്ട് നേരത്തെ എഴുതിയത് ഡെൽറ്റ ജി is equal to delta g0 rt ln q ആണ്. അത് ഇൻ ടേംസ് ഓഫ് ആക്ടിവിറ്റി. ദെൻ ആക്ടിവിറ്റിക്ക് പകരം ഇവിടെ ഗ്യാഷ്യസ് റിയാക്റ്റൻസ് ആകുമ്പോൾ ഗ്യാഷ്യസ് കോമ്പണൻസ് ആകുമ്പോൾ എന്ത് ചെയ്യാം? ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ജി സീറോ പ്ലസ് ആർ ടി എൽ എൻ ക്യൂ പി. ഇതാണ് പ്രഷർ കോഷ്യൻറ്റ്. അതായത് പാർഷ്യൽ പ്രഷറിൻ്റെ ആദ്യം പ്രോഡക്ട്സിൻ്റെ പാർഷ്യൽ പ്രഷറിൻ്റെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള, അതായത് പ്രോഡക്റ്റ് എടുക്കുക ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷറിൻ്റെ പ്രോഡക്റ്റ് റിയാക്റ്റൻസിൻ്റെത്. അപ്പോൾ ഇതാണ് ഇക്വേഷൻ 7C. Then equation 7B gives Gibbs free energy change of reaction in terms of standard Gibbs free energy change and a factor depending upon partial pressure of components in gaseous reaction mixture at temperature T. Equation 7 or any one of these alternatives 7A, 7B, 7C is known as Van Hoff reaction isotherm. അപ്പോൾ Van Hoff reaction isotherm എന്താണ്? Gibbs free energy change delta G is equal to delta G0, അതായത് സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് പ്ലസ് ആർ ടി എൽ എൻ കോഷ്യൻ. കോഷ്യൻ ക്യാൻ ബി ഐദർ ഇൻ ആക്ടിവിറ്റീസ് ഓർ ഇൻ പാർഷ്യൽ പ്രഷേഴ്സ്. ഇതാണ് വാൻ ഹോഫ് റിയാക്ഷൻ ഐസോതേം. അപ്പോൾ വാൻ ഹോഫ് റിയാക്ഷൻ ഐസോതേം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷനിൽ ഏതായാലും 7A ആവാം, 7B ആവാം, അല്ലെങ്കിൽ 7C ആവാം. ഏത് ഫോമിലും എഴുതാം. ബട്ട് യു ഹാവ് ടു ഗീവ് ദ ടേംസ്. എന്താണ്? ഡെൽറ്റ ജി ചേഞ്ച് ഇൻ ഫ്രീ എനർജി, സ്റ്റാൻഡേർഡ് ചേഞ്ച് ഫ്രീ എനർജി ചേഞ്ച് ആണ് ഡെൽറ്റ ജി സീറോ, ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ, ക്യൂ പി കോഷ്യൻ. അത് പ്രഷറിൻ്റെ ആവാം അല്ലെങ്കിൽ ആക്ടിവിറ്റിയുടെ ആവാം. ഇതാണ് വാൻ ഹോഫ് റിയാക്ഷൻ ഐസോതേം. ഇനി നോക്കുക, അറ്റ് ഇക്വിലിബ്രിയം ഡെൽറ്റ ജി ഈക്വൽ ടു സീറോ. ഡെൽറ്റ ജി സീറോ ആകുമ്പോൾ എന്താവും? ഡെൽറ്റ ജി സീറോ പ്ലസ് ആർ ടി എൽ എൻ ഈ കോഷ്യൻറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. അപ്പോൾ ഡെൽറ്റ ജി സീറോ ഈസ് ഈക്വൽ ടു മൈനസ് ആർ ടി എൽ എൻ ദിസ് കോഷ്യൻ. ദിസ് ഈസ് ഇൻ ടേംസ് ഓഫ് ആക്ടിവിറ്റി. അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്? പാർഷ്യൽ പ്രഷറിലും ഉണ്ട്. അപ്പോൾ ഡെൽറ്റ ജി സീറോ ഈസ് ഈക്വൽ ടു മൈനസ് ആർ ടി എൽ എൻ കെ.
ദിസ് ഈസ് കെ. ആക്ച്വലി ഇതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് അല്ലേ. അപ്പോൾ ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ് സിസ്റ്റം എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇത് ഇൻ ടേംസ് ഓഫ് ആക്ടിവിറ്റിയാണ്. ഇവിടെ കെ സി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെന്താണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ. ദിസ് കെ പി ഈസ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ. വൺ ഹോഫ് റിയാക്ഷൻ ഐസോതേം ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ ജി സീറോ ആർ ടി എൽ എൻ. ഇതാണ് ഇതിൽ നമ്മളുടെ ഇറ്റ് ക്യാൻ ബി ഐദർ എൽ എൻ കെ ആക്ടിവിറ്റി കെ എൽ എൻ കെ, അതിൽ കെ പി ആവാം കെ സി ആവാം, ഏതായാലും ഇറ്റ് ഈസ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ്. ഡെൽറ്റ ജി സീറോ, അപ്പോൾ ഡെൽറ്റ ജി ഈക്വൽ ടു സീറോ ആകുമ്പോൾ ഡെൽറ്റ ജി സീറോ ഈസ് ഈക്വൽ ടു മൈനസ് ആർ ടി എൽ എൻ കെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. ഡെൽറ്റ ജി സീറോ ഈസ് ഈക്വൽ ടു മൈനസ് ആർ ടി എൽ എൻ കെ പി. എൽ എൻ മാറ്റാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യണത്? ഡെൽറ്റ ജി സീറോ ഈസ് ഈക്വൽ ടു മൈനസ് 2.303 ആർ ടി ലോഗ് കെ പി. ഇതാണ്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ഈക്വേഷൻ എഴുതുക. ദെൻ യു സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് ഗിവൺ. ഡെൽറ്റ ജി സീറോ ഫോർ ദ റിയാക്ഷൻ കെ പി തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് ഫോർ ദിസ് റിയാക്ഷൻ. അപ്പോൾ ഡെൽറ്റ ജി സീറോ 2.303 ആർ ടി. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ആറിൻ്റെ വാല്യൂ 8.314. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ടെമ്പറേച്ചർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ യു വിൽ ഗെറ്റ് ഡെൽറ്റ ജി സീറോ. അതേപോലെ കാൽക്കുലേറ്റ് കെ പി ഫോർ ദ റിയാക്ഷൻ. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ഡെൽറ്റ ജി സീറോ തന്നിട്ടുണ്ട്. അതുകൊണ്ട് യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ്. ഡെൽറ്റ ജി സീറോ ഈക്വൽ ടു മൈനസ് 2.303 ആർ ടി ലോഗ് കെ പി. അതുപോലത്തെ പ്രോബ്ലംസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓരോന്നിലും നമ്മൾ നോക്കേണ്ടത് ആദ്യം ഇക്വേഷൻ എഴുതുക, അതിലേക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതെല്ലാം അങ്ങനത്തെ പ്രോബ്ലംസ് ആണ്. ഇതാണ്. ഇനി ഈ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് യൂണിറ്റ് നമ്മൾ ഇടുന്നത് എല്ലാം സെയിം അല്ലേ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു വ്യത്യാസം ഉള്ളത് നോക്കുക. കെ പി ഫോർ എ റിയാക്ഷൻ ഈസ് ഗിവൺ. ഫിഫ്ത്ത് പ്രോബ്ലം 4.17 10⁻⁷ ആൻഡ് ഇറ്റ്സ് ഡെൽറ്റ എച്ച് സീറോ ഈസ് ഗിവൺ. കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ചേഞ്ച് ആൻഡ് ഇറ്റ്സ് സ്റ്റാൻഡേർഡ് എൻട്രോപ്പി ചേഞ്ച്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് തെർമോഡൈനാമിക്സിൽ. ഡെൽറ്റ ജി സീറോ ഇങ്ങനെ കിട്ടും. ഡെൽറ്റ ജി സീറോൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, മൈനസ് 2.303 ആർ ടി ലോഗ് കെ പി. അത് വെച്ചിട്ട് ഡെൽറ്റ ജി സീറോ കണ്ടുപിടിക്കുക. ഡെൽറ്റ ജി സീറോ അറിയാമെന്ന് വെച്ചാൽ ഡെൽറ്റ എച്ച് സീറോ മൈനസ് ടി ഡെൽറ്റ എച്ച് സീറോ അല്ലേ ഡെൽറ്റ ജി സീറോ. നിങ്ങൾ തെർമോഡൈനാമിക്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡെൽറ്റ എച്ച് സീറോ ഈസ് ഡെൽറ്റ എച്ച് സീറോ മൈനസ് ഡെൽറ്റ ജി സീറോ ബൈ ടി. അത് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. അപ്പോൾ ഇത്രയാണ്. അപ്പം എന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്? വാൺ ഹോഫ് ഇക്വേഷൻ, വാൺ ഹോഫ് ഐസോതേം ചോദിച്ചാൽ അത് എഴുതാൻ അറിയണം. അത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? കെമിക്കൽ പൊട്ടൻഷ്യൽ നോക്കിയിട്ട് അത് റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെ എഴുതുക. അതിൽ നിന്ന് ചേഞ്ച് ഇൻ കെമിക്കൽ ഡെൽറ്റ ജി ചേഞ്ച് ഇൻ ഫ്രീ എനർജിയാണ്. അപ്പോൾ രണ്ടിൻ്റെയും കൂടി ഡിഫറൻസ് എടുക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗം നിങ്ങൾ തെർമോഡൈനാമിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ വരുമ്പോൾ ഇതിങ്ങനെയാണ് വരിക. ഓക്കെ. അപ്പോൾ ഈ പ്രോബ്ലംസ് ചെയ്യാൻ ആദ്യം ഇക്വേഷൻ എഴുതുക, തന്നിട്ടുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.